ഇയാള് മ്യൂസിക് ഡയറക്ടർ എന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴേ കൺസോളിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ നല്ല പ്രയാസം പാടാൻ. ആണോ? എങ്ങനെയാ? എന്റെ അമ്മേ, ചെറിയ കുണുക്കും കൂടെ വിടാൻ സമ്മതിക്കില്ല. എല്ലാം ചെയ്യിപ്പിക്കൂലേ? ഞാൻ എന്നെ തന്നെ ചീത്ത പറഞ്ഞ് വയ്യാതെ. ചേച്ചിയുടെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ പാട്ട് എന്തായാലും ചേച്ചി പാടണമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പാടാൻ കേട്ട് കയറി. പാട്ടെല്ലാം പഠിച്ചെല്ലാം പക്കയായിട്ടാണല്ലോ കയറിയത്. അത് കഴിഞ്ഞൊരു ഭാഗത്ത് എന്തോ മാറിപ്പോയി. അപ്പം എന്താ സുജൂത്, എന്താ ഇങ്ങനെ കാണിക്കുന്നു? അപ്പൊ ഞാൻ ഈ പാട്ടാണ് ആ പാട്ടല്ലേ? അല്ല, വേറെ ആരെങ്കിലും ഞാൻ അറിയാണ്ട് അതിന്റെ അകത്ത് കയറി ഇരിപ്പുണ്ടോ? ഈ പാട്ടാണ് ആ പാട്ട്. ഇത് അൽഫോൻസ് ഇതല്ലേ കണ്ടത്? എന്റെ സ്റ്റുഡിയോയിൽ ഞാനൊരു പുതിയൊരു യങ് സൗണ്ട് എഞ്ചിനീയറിനെ അപ്പോയിന്റ് ചെയ്തു. സു ചേച്ചി പാടാൻ വന്നു. അപ്പൊ ഈ സൗണ്ട് എഞ്ചിനീയറിന്റെ ഫസ്റ്റ് റെക്കോർഡിംഗ് കേട്ടോ. അപ്പൊ അവനെ പേടി സു ചേച്ചി എന്ന് അറിയുമ്പം റെക്കോർഡ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു നീ ഇരിക്കുക, അങ്ങനെയല്ലേ പഠിക്കുന്നത്, ഞാൻ കൂടെ ഉണ്ട്, നീ ഇരിക്കുന്നു. അങ്ങനെ ഇവന്റ് റെക്കോർഡ് ചെയ്യാ. അപ്പോഴാണ് സുചേച്ചി ഈ സംഭവം അവിടെ ഇറക്കിയത്. സുചേച്ചി പാടുന്നു. സുചേച്ചി പറഞ്ഞു എന്താ സുചു ഇത്, മര്യാദക്ക് പാടിക്കൂടെ? അപ്പൊ ഇവര് എന്നെ നോക്ക്, ചേട്ടാ ഇതെന്താ അന്യനോ? എന്നിട്ട് അപ്പുറത്തെ ഒരു ലൈൻ പാടുന്നു, വിളിക്കുന്നു. അതെന്താ ചേച്ചി അങ്ങനെ സ്വയം വഴക്ക് പറയുമ്പോ നന്നാവാറുണ്ടോ? നമുക്കും ഇതൊന്ന് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് തല്ലൊന്നുമില്ല, നമ്മള് പേടിച്ചോ. സുജു പേ ടെൻഷൻ സുജു. സുജുന് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടായിരിക്കാം സുജാത ചേച്ചിയായി നമ്മുടെ ഈ കേരളത്തിലും ഇന്ത്യയുടെ അഭിമാനമായി നിലനിൽക്കുന്നത്.